സഹൽ ബിൻ അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു ഹാഫിൾ ഖതീബുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ആമിന ബീവിയുടെ ഗർഭാശയത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചത് റജബ് മാസം 1-ാം വെള്ളിയാഴ്ച രാവിലായിരുന്നു. അപ്പോൾ സ്വർഗകാവൽക്കാരായ റിദ്വാൻ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മലക്കിനോട് സ്വർഗലോകത്തെ ഏറ്റവും ഉയർന്ന സ്ഥാനമായ ഫിർദൗസ് തുറക്കുവാൻ അല്ലാഹു ആജ്ഞാപിച്ചു. ഒരാൾ ആകാശത്തും ഭൂമിയിലും ഇപ്രകാരം വിളിച്ചു പറയുകയും ചെയ്തു: സന്മാർഗിയാകുന്ന പ്രവാചകനെ നിക്ഷേപിക്കപ്പെട്ട പ്രകാശം ഈ രാത്രിയിൽ ആമിന ബീവിയുടെ ഗർഭാശയത്തിൽ എത്തിയിരിക്കുന്നു. ആ പ്രവാചകർ ജനങ്ങളിലേക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നവരായും മുന്നറിയിപ്പ് നൽകുന്നവരായും വരുന്നതാണ്. ഹാഫിദ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു തബ്ഖാത്തിൽ വഹബിൻ്റെ പൗത്രൻ യസീദ് തൻ്റെ പിതൃ സഹോദരിയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. വഹബിൻ്റെ പുത്രി ആമിന ബീവി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഗർഭം ചുമന്ന സമയത്ത് ഇപ്രകാരം പറയുന്നത് ഞങ്ങൾ കേട്ടു: സാധാരണ സ്ത്രീകൾക്കുണ്ടാകുന്ന വിഷമമോ ഭാരമോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഞാൻ ഉറക്കിൻ്റെയും ഉണർച്ചയുടെയും ഇടയിലായിരിക്കെ എൻ്റെ അരികിലേക്ക് ഒരാൾ വന്ന് ചോദിച്ചു: നീ ഗർഭം ചുമന്നത് ആരെയാണെന്നറിയുമോ? അറിയില്ലെന്ന് ഞാൻ മറുപടി പറഞ്ഞപ്പോൾ വന്നയാൾ പ്രത്യുത്തരം നൽകിയത് ഇപ്രകാരമായിരുന്നു: ഈ ഉമ്മത്തിൻ്റെ നേതാവും പ്രവാചകരുമായവരെയാണ് നീ ഗർഭം ചുമന്നിട്ടുള്ളത്. എൻ്റെ പ്രസവ സമയത്തും നേരത്തെ വന്നിരുന്നയാൾ വന്നുകൊണ്ട് ബിൽ വാഹിദി സ്വമദി മിൻ ശർരി കുല്ലി ഹാസിദി എന്ന പ്രാർത്ഥനാ വചനം ചൊല്ലാൻ ആവശ്യപ്പെടുകയും അതിനുള്ള വചനങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരികയും അതിനനുസരിച്ച് പലതവണ പ്രസ്തുത വചനങ്ങൾ ആവർത്തിച്ച് പറയുകയും ചെയ്തിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം എന്തുകൊണ്ട് വെള്ളിയാഴ്ചയായില്ല, അല്ലെങ്കിൽ റമദാൻ മാസത്തിലോ മറ്റുള്ള പവിത്രമായ മാസത്തോ ആയില്ല? കാരണം ആ പവിത്രങ്ങളായ ദിവസത്തിലോ മാസത്തിലോ ആണ് പ്രസവിക്കപ്പെട്ടതെങ്കിൽ ആ സമയങ്ങളിൽ ജനിച്ചതുകൊണ്ടാണ് അവിടത്തേക്ക് പവിത്രത വന്നതെന്ന് തോന്നിപ്പോകും. അത് ശരിയല്ല. വേറെ പവിത്രതയൊന്നുമില്ലാത്ത റബീഉൽ അവ്വൽ മാസത്തിൽ പ്രസവിക്കപ്പെട്ടത് മൂലം ആ മാസം പവിത്രതയുള്ള മാസങ്ങളെക്കാൾ പവിത്രമായി. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഇക്രിമ റളിയല്ലാഹു അൻഹു എന്ന് ഉദ്ധരിക്കുന്നു: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിക്കപ്പെട്ടപ്പോൾ ഭൂലോകമാകെ പ്രകാശപൂരിതമായി. അപ്പോൾ പിശാച് തൻ്റെ സൈന്യത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു: നമ്മുടെ പ്രവർത്തനങ്ങളെ നിഷ്ഫലമാക്കുന്ന ഒരു കുട്ടി ഈ രാത്രിയിൽ ജനിച്ചിട്ടുണ്ട്. ഇത് കേട്ട സൈന്യം മറുപടി പറഞ്ഞു: നിങ്ങൾ ആ കുട്ടിയുടെ അടുത്തേക്ക് പോയി ആ കുട്ടിയെ ഭ്രാന്തനാക്കുക. അങ്ങനെ കുട്ടിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഇബ്ലീസ് എത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഇബ്ലീസിന് ഒരു തട്ട് കൊടുത്തു. ആ തട്ടേറ്റ ഇബ്ലീസ് ചെന്ന് വീണത് ഏദൻ എന്ന സ്ഥലത്തായിരുന്നു. ഇബ്ലീസ് ഉറക്കെ അട്ടഹസിച്ചു കരഞ്ഞത് 4 സമയത്താണ്. അവനെ അല്ലാഹു ലഅനത്ത് ചെയ്തപ്പോഴും സ്വർഗത്തിൽ നിന്ന് അവനെ പുറത്താക്കപ്പെട്ട സന്ദർഭങ്ങളിലും അല്ലാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് പിറന്നു വീണ സമയത്തും ഫാത്തിഹ സൂറത്ത് അവതരിച്ചപ്പോഴുമാണ്.